പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് വേറൊരു മൃഗത്തെയും കിട്ടിയില്ല വളർത്തുമൃഗമായിട്ട് ഉപയോഗിക്കാൻ? ഈ മൊയിലിന് മാത്രമേ കിട്ടിയുള്ളൂ? അല്ല, പൂച്ചേനെ നായനെയൊക്കെ മേടിച്ച് വളർത്തിക്കൂടെ? അതാവുമ്പോ കുറെ ആൾക്കാർ ചെയ്യുന്നതല്ലേ. ഇത് ഒരു കഴിക്കുന്ന ഒരു മൃഗല്ലേ, കഴിക്കാനായിട്ടല്ലേ ഇതിനൊക്കെ ഉപയോഗിക്കുക. ഇതിനൊക്കെ വല്ലതും വളർത്തു മൃഗമായിട്ട് ഉപയോഗിക്കൂ? അങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയും, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മൃഗമാണ് കേട്ടോ അത്. കാരണം പൂച്ചയാണെങ്കിലും നായയാണെങ്കിലും നമുക്ക് വളർത്താം, നമ്മളെ വിളിച്ച ഓടി വരും. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മളെ വിളിച്ച ഓടി വരില്ല. നമ്മൾ 5 ദിവസം നമ്മളെ കാണാതെ നമ്മള് പുതിയ ആളായി മാറി. പക്ഷെ ഇത് മാന്തിയാലും കടിച്ചാലും ഒരു പ്രശ്നം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. 2 പ്രാവശ്യം എനിക്ക് ഇതിന്റെ കടി കിട്ടിയിട്ടുണ്ട്. മാന്തി ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു പോയ്സണോ ഇൻഫെക്ഷനോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ പൂച്ച നായൊക്കെ ആണെങ്കിൽ എന്താ അവസ്ഥ? ജസ്റ്റ് ഒന്ന് കോറിയാ മതി 10 ഇഞ്ചക്ഷൻ. അയ്യോ. പക്ഷെ മൊയലിനെ കൊണ്ട് അങ്ങനെ ഇഞ്ചക്ഷന്റെ കാര്യങ്ങളൊന്നും പ്രശ്നമായിട്ട് വന്നിട്ടില്ല. പിന്നെ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് സഹായിക്കും. കാരണം അതിനെ നോക്കിയിരിക്കുമ്പോൾ അതിൽ കൗതുകപരമായ കാഴ്ചകൾ കാണുമ്പോൾ ഓരോ ദിവസം വ്യത്യസ്തമായ തരത്തിലാണ് അതിന്റെ ബിഹേവിയർ. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് തന്നെ റിലാക്സ് ആവാൻ ആയിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ വളർത്തു മൃഗത്തെ ഞാൻ തെരഞ്ഞെടുത്തത് അത്ര തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ.